വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് കരാർ ലംഘനം നടത്തിയതായി ആക്ഷേപം. കരാറുകാരനും ഭിന്നശേഷിക്കാരനുമായ മനോജാണ് പഞ്ചായത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മനോജ് പഞ്ചായത്തിനെതിരെ ആക്ഷേപം ഉയർത്തിയത്. ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് ചെറുതുരുത്തി സെന്ററിലെ പഴയ മീൻ മാർക്കറ്റിൽ ഒരു വർഷ കാലാവധിയിൽ വാഹന പാർക്കിംഗ് സ്ഥലവും കംഫർട്ട് സ്റ്റേഷനും ലേലം വിളിച്ചെടുത്തത്. എന്നാൽ ഈ കാലയളവിൽ മനോജ് ഏറ്റെടുത്തു നടത്തുമ്പോൾ പ്രതിദിനം 150 രൂപ മാത്രമാണ് തനിക്ക് ലഭിക്കുന്നതെന്നും കരാറിൽ ഏർപ്പെടുമ്പോൾ ചെറുതുരുത്തി ടൗണിലെ അനധികൃത പാർക്കിങ്ങുകൾ എല്ലാം ഒഴിവാക്കി വാഹന പാർക്കിംഗ് ഈ സ്ഥലത്തിലേക്ക് മാറ്റിത്തരാം എന്നും വള്ളത്തോൾ നഗർ ട്രാഫിക് റെഗുലേറ്ററി ചെയർമാൻ കൂടിയായ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനൊരു നടപടിയും ഇതുവരെ ചെയ്തിട്ടില്ല. നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും അവിടെ നിന്നും തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. ഇതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയും കോടതി പഞ്ചായത്തിനോട് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയുമായില്ലെന്നും ലക്ഷങ്ങൾ കടമെടുത്ത് കരാറേറ്റെടുത്ത് വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്നും എല്ലാവരും കൂടി തന്നെ ചതിക്കുകയാണ് ചെയ്തതെന്നും മനോജ് പറഞ്ഞു. ചെറുതുരുത്തി പാലം തൊട്ട് ചുങ്കം കയറ്റം വരെയുള്ള കടയിലേക്ക് വരുന്ന വാഹനങ്ങൾ ഒഴികെ നിർത്തിപ്പോകുന്ന കംപ്ലീറ്റ് വാഹനവും പാർക്ക് ചെയ്തിലേക്കാക്കി തരും എന്ന വ്യവസ്ഥ വെച്ചിട്ടാണ് ഞാൻ ആ കരാറിൽ ഏർപ്പെട്ടത്. പഞ്ചായത്തിൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ എല്ലാം സമ്മതിക്കുകയും അത് പ്രകാരം കിട്ടുന്ന പൈസയുടെ 50% പഞ്ചായത്തിന് കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പാർക്കിംഗ് ഏരിയ എടുത്തത്. കറണ്ട് ബില്ല് തൊട്ട് എല്ലാ സംഗതിയും ഞാൻ അടയ്ക്കുകയും വേണം. എന്നാൽ 20/2/2025 തൊട്ട് ഇന്ന് വരെ ഒരുവിധ കാര്യം പഞ്ചായത്ത് എനിക്ക് വേണ്ടി ചെയ്തു തന്നില്ല. ട്രാഫിക് റെഗുലേറ്ററി ചെയർമാനായ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് എത്രയോ പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ രേഖ വയ്ക്കുകയും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങുകയും രേഖ വയ്ക്കുകയും ചെയ്തിട്ടും ഇവരാരും എൻ്റെ ദയനീയാവസ്ഥ പരിഗണിക്കാൻ ഉണ്ടായില്ല. ഞാൻ അവിടെ പണിക്കാരനെ വെച്ചിട്ടുണ്ട്. അവൻ ഡെയിലി 400 രൂപ ചെലവ് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. എനിക്ക് ആ പാർക്കിംഗ് ഏരിയ കംപ്ലീറ്റ് വാഹനം നിൽക്കുന്ന റോഡ് സൈഡ് വൈകിട്ട് വന്ന് ഒറ്റ കാണാം. ഒരു അറ്റം തൊട്ട് ചെറുതുരുത്തി പാലം വരെ നിറഞ്ഞു കിടക്കുന്ന വാഹനങ്ങൾ. ഞാൻ എൻ്റെ പരാതി കണ്ടതേ ഗവനിച്ചില്ല. ബഹുമാനപ്പെട്ട റെഗുലേറ്ററി ചെയർമാൻ എന്നോട് പറയുകയാണ്, നീ പഞ്ചായത്തിൽ വന്നിട്ട് സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല, അന്നത്തെ ദിവസം ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാവുന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഞാൻ സത്യത്തിൽ അവിടെ വഞ്ചിക്കപ്പെട്ടു. ഞാൻ ബജാജ് ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.